ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ജിയോ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നത്. അതായത് ജിയോ നെറ്റ്വർക്ക് അവരുടെ ഡാറ്റ പ്ലാനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഗുണകരമായ മാറ്റങ്ങളാണ്. അതെന്തൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. നമ്മളിപ്പം ജിയോയുടെ റീചാർജ് ചെയ്യുക, അധികവും 299 അല്ലെങ്കിൽ 249 അല്ലെങ്കിൽ 349. നമ്മൾ 249 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 1 GB ഡാറ്റ 28 ദിവസം കിട്ടും. അതുപോലെ 299 ചെയ്താൽ 1.5 GB ഡാറ്റ 28 ദിവസം കിട്ടും. പിന്നെ ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 198ൻ്റെതാണ്. അതായത് 198 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 2 GB ഡാറ്റ 14 ദിവസം നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഫോൺ 5G ആണെങ്കിൽ, നമ്മൾ 5G ഏരിയയിലാണ് നമ്മളുള്ളതെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് 5Gയും 14 ദിവസത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം 349 ഡെയിലി 2 GB ഡാറ്റ 28 ദിവസമുള്ള ഒരു പ്ലാനുണ്ട്. അതിലും നമുക്ക് എന്താക്കാം, അൺലിമിറ്റഡ് 5Gയും കിട്ടും, പിന്നെ ഡെയിലി 2 GB ഡാറ്റയും കിട്ടും. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു റീചാർജാണ് നമ്മൾ ചെയ്യുക. അധികവും നമ്മൾ 5G ഉള്ള ആൾക്കാർ മാക്സിമം അൺലിമിറ്റഡ് 5G കിട്ടാൻ വേണ്ടിയിട്ട് ഈ 349 രൂപയുടെ റീചാർജ് ചെയ്യും. അവർക്ക് അതിൽ അൺലിമിറ്റഡ് 5G കിട്ടും. 5G ഫോൺ അല്ലാത്തവർ എന്താക്കും, നമ്മൾ അധികവും ചെയ്യുക ഒരു 299 പോപ്പുലറായ ഒരു റീചാർജാണ് 299. അതായത് ഡെയിലി 1.5 GB ഡാറ്റ 28 ദിവസത്തേക്ക് കിട്ടുന്ന ഒരു റീചാർജ് പ്ലാനാണ് അത്. അതുപോലെ തന്നെ 1 GB റീചാർജിൻ്റെയും 249 ചെയ്യുന്നുണ്ട്. പിന്നെ 209 രൂപയുടെ ഉണ്ട്. അത് 209 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 1 GB 24 ദിവസത്തേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഡെയിലി ഡാറ്റ ലിമിറ്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലിമിറ്റ്, നമ്മൾ റീചാർജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള 1 GB ആണെങ്കിൽ ഡെയിലി 1 GB നമുക്ക് ഉപയോഗിക്കണം. അതിനുശേഷം നമ്മുടെ സ്പീഡ് കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താകും, നമ്മൾ ആഡ് ഓൺ ഡാറ്റ റീചാർജ് ചെയ്യും. അതായത് 19 രൂപയുടെ ഉണ്ട്, 29ൻ്റെ ഉണ്ട്, 49ൻ്റെ ഉണ്ട്, 69ൻ്റെ ഉണ്ട്, 139ൻ്റെ ഉണ്ട്. അങ്ങനെ ആഡ് ഓൺ ഡാറ്റ നമ്മൾ റീചാർജ് ചെയ്യും. പണ്ടൊക്കെ നമ്മൾ അതായത് 19 രൂപയുടെ ഒരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് പ്ലാനിൻ്റെ വാലിഡിറ്റി കഴിയുന്നത് വരെ 1 GB ഡാറ്റ ഉപയോഗിക്കാൻ കഴിയും. അതായത് 19 രൂപ നമ്മൾ റീചാർജ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 GB ഡാറ്റയാണ്. അത് ബേസ് പ്ലാനിൻ്റെ വാലിഡിറ്റി വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താ നമുക്ക് വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ നിങ്ങൾക്ക് ബേസ് പ്ലാൻ വേണ്ട. അതായത് ആഡ് ഓൺ ഡാറ്റ റീചാർജ് ചെയ്യാൻ ഒരു ബേസ് പ്ലാനിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഡാറ്റ പ്ലാനിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാലും, അതായത് നിങ്ങളുടെ റീചാർജിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താക്കാം, 19 രൂപ ഒരു ദിവസത്തേക്ക്, അതായത് 19 രൂപയുടെ റീചാർജിന് 1 GB നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക്. ഇപ്പോൾ ഒരു ദിവസം എന്ന് വെച്ചാൽ റെഡിക്ക് 24 hours കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഇന്നൊരു 12 മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്കോ ഒക്കെയാണ് റീചാർജ് ചെയ്തതെങ്കിൽ നാളെ അതേ ടൈം വരെ നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡാറ്റേൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കോളിന് വേണ്ടി മറ്റേതെങ്കിലും സിമ്മിൽ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡാറ്റേൻ്റെ ആവശ്യം വന്ന് ഒന്ന് നെറ്റിൽ നോക്കണം, കയറി നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ 19 രൂപയുടെയും 29 രൂപയുടെയും റീചാർജുകൾ ചെയ്യാൻ നിങ്ങൾക്കിനി സാധിക്കും. അങ്ങനെ നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഓർക്കുക, ഇതിൽ ഓൺലി നെറ്റ് മാത്രം, അതായത് ഡാറ്റ ഓൺലി പ്ലാൻ മാത്രമാണിത്. ഇത് നിങ്ങൾക്ക് കോളുകളോ SMS-കളോ ഒന്നും ഈ പ്ലാനിൽ നൽകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ 29 രൂപയുടെ റീചാർജാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 GB ഡാറ്റ കിട്ടും. അത് 2 ദിവസത്തെ വാലിഡിറ്റിയാണ് നമുക്ക് ആ പ്ലാനിൽ കിട്ടുന്നത്. അതുപോലെ 49 രൂപയുടെ റീചാർജ് ഉണ്ട്. 49 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം അൺലിമിറ്റഡ് ഡാറ്റ എന്നാണ് പറയുന്നത്. പക്ഷേ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് 25 GB വരെ നിങ്ങൾക്ക് മാക്സിമം ഈ ഡാറ്റ പ്ലാനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ. പിന്നെ ഉള്ളത് 69 രൂപയുടെ ഡാറ്റ പ്ലാനാണ്. 69ന് നിങ്ങൾക്ക് കിട്ടുന്നത് 7 ദിവസത്തേക്കാണ്. 6 GB ഡാറ്റ കിട്ടും. അതുപോലെ 139 ചെയ്താലും 7 ദിവസത്തേക്ക് നമുക്ക് 12 GB ഡാറ്റ കിട്ടും. അപ്പോൾ ഈ 12 GB ഡാറ്റ നമുക്ക് എന്താക്കാം, നമുക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് വേണമെങ്കിലും ഉപയോഗിച്ച് തീർക്കാം. അത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ അത് കഴിഞ്ഞ്. അപ്പോൾ 7 ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. അത് 7 ദിവസം വരെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ജിയോ കൊണ്ടുവന്നത്. അതായത് പണ്ടൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന് മെയിൻ, അതായത് ബേസ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആഡ് ഓൺ ഡാറ്റ പ്ലാനുകൾ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ ഒരു മാനദണ്ഡം അങ്ങ് ഒഴിവാക്കി. ബേസ് പ്ലാൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്താക്കാം, ഈ ഡാറ്റ പ്ലാനുകളൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ.